അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി ജബ്ബാർ മാഷ് പറയുന്നത് സൂറത്ത് അംബിയായിൽ ഈ വ്യാജദൈവങ്ങൾ അവരുടെ ആരാധകരും നരകത്തിലായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് അംബിയായിലെ 98, 90 ആയത്തുകളിൽ പറയുന്നുണ്ട്. ഇന്നക്കും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നം. നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പൂജിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ദൈവങ്ങളും ഹസബു ജഹന്നം, അത് നരകത്തിൻ്റെ വിറകാണ്. അന്തും ലഹാ വാരിദൂൻ, നിങ്ങൾ ആ നരകത്തിൽ ചെന്ന് ചേരുകയാണുണ്ടാവുക. ലൗകാന ഹൗലാഇ ആലിഹത്തമ്മാ വറദൂഹ, നിങ്ങളീ പൂജിക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ ശക്തികൾ ഇവരൊക്കെ ദൈവങ്ങൾ ഇലാഹുകളായിരുന്നെങ്കിൽ മാ വറദൂഹ, അവർ ആ നരകത്തിൽ ചെന്ന് ചേരുമായിരുന്നില്ല. വഅൻതും ഫീഹാ ഖാലിദൂൻ, നിങ്ങളതിലെ ശാശ്വതവാസികളുമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ പരിഹസിച്ചുകൊണ്ട് ജബ്ബാർ മാഷ് പറയണത്, ഇത് പറഞ്ഞപ്പോൾ ശത്രുക്കൾ മുഹമ്മദിനോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഈസാ നബിയും മലക്കുകളും ഒക്കെ നരകത്ത് പോയില്ലേ? അപ്പോഴാണ് അക്കിടി വെട്ടിയത് ബോധ്യമായത്. പിന്നെ അത് തിരുത്തി, അള്ളാഹ് വിചാരിച്ചവർ പോവില്ല എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇവിടെ അക്കിടി വെച്ചതായിരിക്കാം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കല്ല ഇവർ ചെയ്തിട്ടുള്ളത്. അവർ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നരകത്ത് പോകലെന്ന് അഭിപ്രായം പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഇവരുടെ തന്നെ ഒരു നേതാവായിരുന്ന അബ്ദുള്ള എന്ന് പറയുന്ന അബ്ദുല്ലാഹിബിൻ ജബുഗ എന്നിട്ട് പറയുന്ന ഒരാളുണ്ട്. അയാളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അയാളാണ് ഇവർക്ക് ഈ തന്ത് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, ഖുർആനെ ഖണ്ഡിക്കാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ ഈസാ നബിയും മലക്കുകളും ഒക്കെ നരകത്ത് പോവില്ലെന്ന് ചോദിച്ച ഇയാളാണ്. അപ്പോൾ ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിട്ടുന്നുണ്ട്. ഇത് നബിയോടെ വരുത്ത് നേരിട്ട് ചോദിച്ചൊന്നുമല്ല. ഇതിൽ യഥാർത്ഥത്തിൽ അബദ്ധം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലെങ്കിൽ അള്ളാഹുവിനൊന്നുമല്ല. എന്നാൽ ഖുർആൻ്റെ പ്രയോഗം എന്താണ്? വമാ തഅബുദൂന മിൻ ദൂനില്ലാഹ്. ഈ മാ എന്നതും മന്നും, മായും മന്നും, ഇത് അറബിയിൽ സാധാരണ ഉപയോഗിക്കുക ഏതർത്ഥത്തിലാണെന്നുള്ളത് അറബി ഭാഷയുമായിട്ട് അല്പമെങ്കിലും ബന്ധമുള്ള ഏത് ചെറിയ കുട്ടിക്കും അറിയാവുന്ന സംഗതിയാണ്. അപ്പോൾ ആ പ്രയോഗത്തെ മറികടന്നുകൊണ്ട് അത് ഉൾക്കൊള്ളാതെയാണ് ഈ ആളുകൾ അത് ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത്. മാ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുക ബുദ്ധിയുള്ള മനുഷ്യന് അല്ല, അല്ലെങ്കിൽ മലക്കുകൾക്കും അതുപോലുള്ളവർക്കൊന്നുമല്ല. അത് നിർജീവ വസ്തുക്കൾക്കാണ് സാധാരണ ഉപയോഗിക്കുക. അപ്പോൾ ഇത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി, അല്ലെങ്കിൽ അത് മനസ്സിലാകായികല്ല. അവർ ഖുർആനെ എതിർക്കാൻ വേണ്ടി ജബ്ബാർ മാഷെ പോലെ തന്നെ ഖുർആനെ എതിർക്കാൻ വേണ്ടി കച്ചകെട്ട് ഇറങ്ങിയവരാണല്ലോ. അപ്പോൾ അതിൽ ഏത് തുളയാണ് കിട്ടണതെന്ന് നോക്കിയിട്ട് അതിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരു പണിയാണ് അവർക്കുള്ളത്. ഇപ്പോൾ ജബ്ബാർ മാഷ് ചെയ്തുകൊണ്ടിരിക്കണോ തന്നെയാണല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരത് ചോദിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യം ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അയാളെ ഈ അബദ്ധത്തിൽ ചെന്ന് ചാടിക്കാൻ സഹായകമാണ്. അപ്പോൾ ഖുർആന് ഒരേ കാര്യം അതിൻ്റെ വിശദാംശങ്ങൾ എല്ലായ്പ്പോഴും ഒന്നിച്ച് പറയാറില്ല എന്നുള്ളത് ഖുർആൻ അവതരണവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം. ആളുകളുടെ സംശയങ്ങളും അവരുടെ അതുമായി ബന്ധപ്പെട്ട നിരൂപണങ്ങളോ ഒക്കെ വരുമ്പോൾ ഖുർആൻ ചിലത് കുറച്ചുകൂടി ഒന്ന് വ്യക്തമാക്കും. അല്ലാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയേണ്ട സംഗതിയാണ്. പക്ഷേ ബുദ്ധിപരമായിട്ട്
അത്രയൊന്നും വളർന്നിട്ടില്ലാത്തവരോ അല്ലെങ്കിൽ ഖുർആനെ വിമർശിക്കുന്നവരോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ അല്ലെങ്കിൽ നിരൂപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി അറിയാനുള്ളതും ഖുർആൻ്റെ ഒരു രീതിയാണ്. ആ ഒരു രീതി അനുസരിച്ചാണ് ഇവിടെ ഖുർആൻ തുടർന്ന് പറഞ്ഞത്. ഇന്നല്ലദീന, ഇവർ പറയുന്നത് പോലെയല്ല. ഇന്നല്ലദീന സബഖത്ത് ലഹും മിന്നൽ ഹുസ്ന, നമ്മുടെ ഭാഗത്ത് നിന്ന്, അതായത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഹുസ്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും മെച്ചമായിട്ടുള്ള പരലോക ജീവിതത്തിലെ വിജയം, അത് നേരത്തെ തന്നെ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉലൈക അൻഹാ മുബഅദൂൻ, അവർ ആ നരകത്തിൽ നിന്ന് അകലേക്ക് മാറ്റപ്പെടും, അവർ നരകത്തിൽ പ്രവേശിക്കൂല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഖുർആനിൻ്റെ മൊത്തം ആശയം എന്താണ്? ഇത് മനസ്സിലാക്കിയിട്ട് വേണമല്ലോ ഒരു സംഗതിയെ സംബന്ധിച്ച് പരിഹസിക്കാൻ അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ. ഖുർആൻ മൊത്തത്തിൽ പറയുന്നത്, നിങ്ങൾ ഈ പൂജിക്കുന്ന, അത് കല്ലുകളോ മുള്ളോ മരോ അല്ലെങ്കിൽ കാഞ്ഞിരക്കുറ്റിയോ അല്ലെങ്കിൽ മലക്കുകളോ അല്ലെങ്കിൽ ഈ പ്രവാചകന്മാരോ അല്ലെങ്കിൽ മഹത്തുക്കളായിട്ടുള്ള ആളുകളോ ആരും ആവട്ടെ, ഇവരൊന്നും യഥാർത്ഥത്തിലുള്ള ഇലാഹുകളല്ലാന്നും ഈ ഇലാഹുകളായിട്ട് നിങ്ങൾ സങ്കല്പിക്കുന്ന, നിങ്ങൾ കൊത്തിയുണ്ടാക്കുന്ന വസ്തുക്കൾ, വിഗ്രഹങ്ങളടക്കം നിങ്ങളെ നരകത്തിലിട്ട് ശിക്ഷിക്കുകയാണ് എന്നുള്ളതാണ് ഖുർആനിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അധ്യാപനം എന്ന് പറയുന്നത്. അതേ അവസരം ഖുർആൻ പറയുന്ന മറ്റൊരു സംഗതി ആ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ഈ ശിർക്ക്, കുഫറിൽ നിന്ന്, നിഷേധത്തിൽ നിന്നും ബഹുത്വ വിശ്വാസത്തിൽ നിന്നുമൊക്കെ മാറി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഇതൊന്നും ബാധകമാവില്ല. അവർ സാമാന്യ ബുദ്ധിക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണെന്നുള്ളത്. ശിർക്കിലും കുഫറും അകപ്പെട്ടിട്ടില്ലാത്ത ആളുകൾ നരകത്തിൽ പ്രവേശിക്കൂല എന്ന് പറയുമ്പോൾ, നിങ്ങൾ പൂജിക്കുന്ന വസ്തുക്കൾ നരകത്തിലെ വിറകാണ് എന്നും പറയുമ്പോൾ സാമാന്യ ബുദ്ധിക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല. എന്താണ് ഇവർ ആരെയാണോ ദൈവമായി സങ്കല്പിച്ചിട്ടുള്ളത് അവരിഷ്ടപ്പെട്ടുകൊണ്ടല്ല ഈ ദിവ്യത്വം അവരിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്, അവരതിനെ നിരാകരിക്കുന്നവരാണെന്ന് മാത്രമല്ല അതിന് വിരുദ്ധമായിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ്. ഈസാ നബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം, ക്രിസ്ത്യാനികൾ അദ്ദേഹത്തെ ദൈവമാക്കുണ്ടെങ്കിലും അദ്ദേഹം ഒരിക്കൽ പോലും ഞാൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ ദാസനും അവൻ്റെ അടിമയും അവൻ്റെ ദൂതനുമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അവൻ്റെ ഏകത്വം പ്രഖ്യാപിക്കാനാണ് ഇവിടെ വന്നിട്ടുള്ളതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ ലളിതമാണ് സംഗതി. ഇവർക്കൊന്നും അതിൽ ഒരു കയ്യുമില്ലാത്തതുകൊണ്ട് അവരല്ല ഖുർആൻ ഉദ്ദേശിച്ചിട്ടുള്ളതെന്നും അവരതിൻ്റെ പേരിലൊന്നും നരകത്ത് പോകില്ലെന്നും ഏത് സാമാന്യ ബുദ്ധിക്കും മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത ജബ്ബാർ മാഷ പോലുള്ള വിഡ്ഢിത്തം വിളിച്ചു പറയുന്ന അല്ലെങ്കിൽ വിഡ്ഢിത്തം മനസ്സിൽ വെച്ച് നടക്കുന്ന ആളുകൾക്ക് പിന്നെ വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഖുർആനെ വിശദീകരിച്ചു, അത്രയേ സംഗതിയിലുള്ളൂ. അല്ലാതെ അവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ മുഹമ്മദ് നബിക്ക് ഖുർആൻ നൽകിയിട്ടുള്ള അള്ളാഹുവിനോ ഒന്നും അക്കിടി പറ്റിയൊന്നുമല്ല. അക്കിടി പറ്റിയത് ജബ്ബാർ മാഷക്കും അതുപോലെ ഈ തെറ്റായിട്ടുള്ള വാദഗതികൾ ഉന്നയിക്കുന്ന ഖുർആനെ വിമർശിക്കാൻ വരുന്ന ആളുകൾക്കുമാണ് എന്നുള്ളതാണ് വസ്തുത.